ഒരു മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്നത് അവൻ്റെ 3 തീരുമാനങ്ങളിലാണ്: ഹിസ് ലവ്, ഹിസ് കരിയർ ആൻഡ് ഹിസ് അഡിക്ഷൻ. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് 3 ഒന്നാണ്: സിനിമ. ഒരുപക്ഷെ എൻ്റെ ജീവിതം തന്നെ തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഈ കഥയ്ക്കായി എനിക്ക് നഷ്ടമായത് വെറും 3 ആഴ്ചയിലെ ഉറക്കം മാത്രമാണ്. കഥ എഴുതി തുടങ്ങിയ ഓരോ എഴുത്തുകാരനും ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെയാണ്. ദ മെൻ്റൽ agony faced by him till birth is unbearable. ഇവിടെ സംഭവിക്കുന്നത് ഒരു തോൽവിയുടെ കഥയാണ്. നമുക്കതിൽ വെറൈറ്റി ആയിട്ട് ചെയ്യണം. ഒരുമാതിരി എടാ, ഈ ചൊറിഞ്ഞ് short film വരും, എന്ന് short പറയുമ്പോ film ഒക്കെ. സമകാലിക ആനുകാലിക പ്രസക്തിയുള്ള ഡാ, നീയല്ലേ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ കഥ പറയാമെന്ന് പറഞ്ഞു? ഇത് ചാക്കോ വെള്ളമടിക്കും, അടിപിടിക്കും, ജീവൻ വരെ കൊടുക്കുന്ന ടിപ്പിക്കൽ ചങ്ങനാശ്ശേരിക്കാരൻ അച്ചായൻ. അഭിനയമോഹത്തേക്കാൾ അഹങ്കാരം തഴച്ചു നിൽക്കുന്ന സിനിമാ പ്രേമി. ആ, ഓവർ സ്മാർട്ട്നെസ് ഇവൻ്റെ കൂടെ പിറപ്പാണ്. എന്നാണ് ഡയറക്ടറെ, കഥ പ്രസവിച്ചായിരുന്നോ? സുഖപ്രസവമായിരുന്നോ? സിസേറിയനായിരുന്നോ? ഇവിടെ ചുമ്മാ പോസ്റ്റ് അടിച്ചേക്ക് വന്നോ? ഒരു കിടിലൻ സാധനം വന്നിട്ടുണ്ട്, അകത്തോട്ട് വാടാ. മക്കളെ, അപ്പച്ചൻ വന്നടാ. അതൊന്ന് പറഞ്ഞു. ഡാ, 2 എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾ. അതിൽ ഒരാളൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പക്ഷേ അവൾ അവനൊരു ടൈം പാസ്സായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഈ കൂട്ടുകാരൻ അവനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല. അവസാനം അവൻ അവളായി ചാറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി അവന് കാണിച്ചു കൊടുക്കുന്നു. അവൻ ആദ്യം ദേഷ്യപ്പെടുമെങ്കിലും പിന്നെ സത്യം മനസ്സിലാക്കുന്നു. അവരാ സത്യം മനസ്സിലാക്കി കൂട്ടുകാരെ തുടരും ചെയ്യും. So the theme is illegal profile and immoral traffic. ഇത് മണവാളൻ. സലീം കുമാറിൻ്റെ ലുക്കുള്ളത് കൊണ്ട് മാത്രമല്ല, വെള്ളമടിച്ച മണമുള്ള വാള് വയ്ക്കുന്നവൻ എന്നതുകൊണ്ടുമാണ്. അളിയോ, അപ്പൊ സണ്ണി ചേച്ചിയാ? A hardcore devotee of Sunny Leone and her films. സംഗതിയൊക്കെ കൊള്ളാം, ചെയ്താ മതി. ഇത് ജമൈക്ക. സംശയിക്കണ്ട, ഇന്ത്യക്കാരൻ തന്നെ. A great mentor of Bob Marley and a huge fan of his songs. ഫേസ്ബുക്കിൽ 4 അക്കൗണ്ടും കോപ്പി കാറ്റ് എന്ന പേജും സ്വന്തമായുണ്ട്. ഈ ദൃശ്യം ഏതിന്റെ കോപ്പിയാന്നാ പറഞ്ഞേ? മലയാളത്തിൽ ഏത് സിനിമ ഇറങ്ങിയാലും അതിൻ്റെ അടിവേരുകൾ ചൂഴ്ന്നെടുത്ത് ഏത് അന്യഭാഷാ ചിത്രത്തിൻ്റെതാണെന്ന് കണ്ടുപിടിക്കുന്ന ഹൈടെക് സൈബർ CID. അത് ഏത് പടത്തിൻ്റെ കോപ്പിയൊന്നുമല്ല. റോസൽ മോഹൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്തൊരു സിനിമയായിരുന്നു. അത് ഹോളിവുഡിൽ സിനിമയാക്കി. മതി 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 മതി, ആ പേര് കിട്ടിയാ മതി. ഈ പേരിന് വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുന്നത്, അല്ലാതെ ഒരുത്തിന് ഈ പടമൊന്നും കാണാൻ പോകുന്നില്ല. അതിനാരൊക്കെയാ അഭിനയിക്കുന്നത്? ഇത് കറുപ്പ്. കാജ ബീഡി മുതൽ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് സിഗാറായ ബ്ലാക്ക് ഡ്രാഗൺ വരെ കത്തിരിഞ്ഞ ശവകുടീരമാണ് അവൻ്റെ ശ്വാസകോശം. ഹിസ് എവറി സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA ഈസ് ഓഫ് നിക്കോട്ടിൻ ആൻഡ് മർവാന. ഞങ്ങളുടെ ഹോസ്റ്റലിൽ വല്യേട്ടൻ. ഇതിൽ കറുപ്പ് ചെയ്യുന്ന ആ സുഹൃത്തിൻ്റെ റോളാണ്, ചാക്കോ ചെയ്യുന്ന ആ കാമുവിൻ്റെ റോളാണ്. ഞാനോ? ആ, കാമുകൻ്റെ റോളാകുമ്പോൾ നിനക്ക് പറ്റും. പോടാ. ശരിക്കും പറ്റും. അഭിനയിച്ചാ ശരിയാവൂടാ. നമുക്കൊന്ന് നോക്കാം. ചാക്കോ ഇറങ്ങി വന്നേ. ഇപ്പോഴോ? ഇറങ്ങി വാ. ചെല്ലടാ, അവൻ കറുപ്പും കൂടെ വിളിക്കുന്നതല്ലേ. ഡോ, താനും കൂടെ ചെല്ലി. കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ, രോമാഞ്ച കഞ്ചുക. നിനക്കറിയില്ലേ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്? അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ എന്തിനാണ് അവളെ പ്രപ്പോസ് ചെയ്തത് എന്ന് നീ ഇവനോട് ചോദിക്കണം. ഞാൻ ഇവനോട് ചോദിക്കണം. അപ്പൊ ഞാൻ എന്ത് പറയണം? അറിഞ്ഞോട് തന്നെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. എന്തായിരുന്നു? എനിക്കറിയില്ലേ, അല്ല നിനക്കറിയില്ലേ എനിക്ക് അവളെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു. ആ ഡയലോഗ് ഞാൻ പറയണമായിരുന്നു. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ, പിന്നെ നീ അവളെ പ്രപ്പോസ് ചെയ്തേ എന്നോട്. നോക്കട്ടെ. ഡാ, നിനക്കറിയില്ലടാ ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നല്ല. പിന്നെന്തിനാ നീ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയത്? തോളവളുടെ ആങ്ങളമാര് തല്ലി ഓടിച്ചായിരിക്കും. എടാ, അല്ല ഈ സിനിമയിലൊക്കെ ലാലേട്ടനും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അങ്ങനെ ചെയ്താ പോരെ? എടാ കുറച്ചുകൂടി എമോഷണലായി ചെയ്യും ആ സാധനം. എമോഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫീലാണ്. എടാ അതായത് ഈ പാവങ്ങൾ വരികണ്ട് വെതർണമെന്ന് മനസ്സിലായോ? ആ ശരി, ചെയ്യാം. അവളെ എനിക്ക് ആരാണെന്ന് അറിയാവോ? അത്രയും ഫീൽ ചെയ്തോണ്ട്. ഡാ, അവൾ എനിക്കാരാണെന്ന് നിനക്കറിയാവോ? അവളാരാ നിനക്കറിയോ? ആ
അവൾ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക അവൾ ആരാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തരാം അവൾ ആരാണെന്നും അവൾ ആരുടെയൊക്കെ കൂടെയാണെന്നും. അവൾ ആരാന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് ഈ പോങ്ങനെ അറിയത്തില്ല. എടാ ഫീൽ ചെയ്യടാ, നിന്റെ സങ്കടവും നഷ്ടപോലും അതിലോട്ട് കൊണ്ടുപോവാ. ചിരി വന്നു പോടാ. ഇവന്മാരൊക്കെ എന്തിനാ ചിരിപ്പിക്കുന്നേ? ഇരിക്കടാ. സ്റ്റോറി പോരാ. എടാ നിന്റെ നഷ്ടം കൊണ്ടുപോവാ, നിന്റെ സങ്കടം കൊണ്ടുപോവാ അതിലേക്ക്. ഓക്കെ, ചെയ്യാണേ. കറക്റ്റായിട്ട് എഴുതണം. ചെയ്യട്ടെ. എന്ത് പറ്റി രമണ? ഉറുമ്പ് പിടിച്ചോ? ഒന്ന് ചുമ്മാ ഇരിയടേ. ഒരുത്തിനിവിടെ കഷ്ടപ്പെട്ട് സലിംകുമാർ ഉണ്ടാക്കുന്ന കണ്ടില്ലേ? സലിംകുമാറോ? കമലഹാസനാടാ. സ്റ്റോറി ശരിയല്ല. എടാ കഥയൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഫീൽ ചെയ്യാത്ത കൊണ്ടാണ് ഈ കഥ ഇത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. എടാ കഥ കേട്ടിട്ട് ഫീൽ വരുന്നില്ല, ചിരി മാത്രമേ വരുന്നുള്ളൂ. എങ്കിൽ ഫീൽ വരുന്നൊരു കഥ ഞാൻ പറയാം. കഥയുടെ പേര് അരിവിലൊരു കുരുവി. ആ ചീഞ്ഞ കഥ ഇനി പറയല്ലേ. കിളിപ്പോയി. ഗാന്ധി, ഗോഡ്സെ ഇവർ രണ്ടുപേരും ഭഗവത്ഗീത വായിച്ചവരാണ്. ബട്ട് വൺ ബിക്കം എ മാർട്ടയർ ആൻഡ് അനദർ വൺ ബിക്കം എ മർഡറർ. അതുപോലെയാണ് സിനിമയും. അതിനെ കൈകാര്യം ചെയ്യുന്നവരുടെ വിധി അത് തീരുമാനിക്കും. നീ കാണുന്ന സ്വപ്നം സിനിമയാണെങ്കിൽ നിന്റെ ജീവിതവും ഒരു സ്വപ്നമായിരിക്കും. അവന്മാരെ നിന്നെ കരയിപ്പിച്ചു വിട്ടല്ലേ? ഇതെൻ്റെ റൂംമേറ്റ്. ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഹോസ്റ്റൽ മുറിയിലോട്ട് കയറി വന്നവൻ. അവൻ വന്നത് മുതൽ ഞാൻ മുറിക്ക് പുറത്താണ്. ദിവസങ്ങൾക്കുള്ളിൽ ഹോസ്റ്റലിലെ താരമായി മാറി. എന്താണെന്നറിയില്ല, എല്ലാവർക്കും അവൻ ഇഷ്ടമാണ്. ബട്ട് നോട്ട് മീ. ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. എനിക്ക് സപ്ലൈ വരുന്ന എൻ്റെ തെറ്റുകൊണ്ടല്ല, ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കാത്തത് കൊണ്ടല്ല, ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കും. എടാ അവളെയൊന്നും വിശ്വസിക്കല്ലേ. അവൾക്കൊന്നും ആവശ്യം നിന്നെയല്ല, അവളുടെ ഭർത്താവിൻ്റെ പോസ്റ്റിലേക്ക് ഒരാളെയാ. നീയൊക്കെ അവൾക്ക് വേറെ ATM മെഷീനാടാ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവൻ വിളിച്ചു പറഞ്ഞത്. ബട്ട് ഐ ഹേറ്റ് ഹിം. ഇതിനൊക്കെ പോയി കരയാവോ? ഈ ഫിലിമിൻ്റെ ലാസ്റ്റ് ഹോപ്പാടാ. ഇത്തവണത്തെ ലൂമിയർ ഫിലിം ഫെസ്റ്റിന് പടം റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 10,000 കണക്കിന് എൻജിനീയർസിൽ ഒരാളെ ഞാനും മാറും. ഞാനൊക്കെ വളരെ മോശം എൻജിനീയർ ആയിരിക്കും. എനിക്കിതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ലടാ. എന്നാൽ എന്നെ പണിയാടോ താൻ കാണിച്ചേ? ഒന്നുമില്ലേലും അവൻ അത്രയും കഷ്ടപ്പെട്ട് തന്നെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ചതല്ലേ. താൻ എന്തുവാ കാണിച്ചത്? ഡയറക്ടർ പറയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അവൻ പറയുന്നതിന്റെ ഒരു മാക്സിമം വേണ്ട, ഒരു 50% എഫേർട്ട് തനിക്ക് കാണിക്കരുതോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് വെറുതെ ഇരുന്നാ മതിയല്ലോ. നിങ്ങൾ അവന്റെ ഒരു കഥ. എന്നാ കഥയായിരുന്നു? ഒരു പെണ്ണും ഒരു പ്രേമം തൊലി. എടാ അത് അവൻ അങ്ങനെയാ. ഡയലോഗോ? ഡയറക്ടർ അടുത്ത് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു. എടാ നല്ല ഡയലോഗ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഡയലോഗ് ചേർക്കണമായിരുന്നു. താമിട്ടരുത്. ഹാമർ അടിച്ച പോലും എക്സ്പ്രഷൻ ഇല്ലാത്ത രീതിയില താൻ ഇവിടെ നിന്നത്. അതുകൂടെ കൊണ്ട് അവരിവിടുന്ന് പോയത് കേട്ടല്ല. അങ്ങനെ താൻ മാത്രം വലിയ അതിനിടയ്ക്ക് ഒരു സൂപ്പർ കഥയും കൊണ്ട് വന്നേക്കുന്നു. നിന്റെ കഥയുടെ പേരെന്നാ പറഞ്ഞേ? എന്താണ് കഥയ്ക്ക് കുഴപ്പം? ആരാറ്റരിക്കത്ത് നട്ടിരിക്കുന്ന എന്തോന്ന് ഒറിജിനൽ സ്റ്റോറി ഉള്ള യൂണിവേഴ്സൽ സ്റ്റോറി ബേസ്ഡ് ഓൺ തൗസൻഡ്സ് ഓഫ് റിയൽ സ്റ്റോറി എന്നൊരു ക്യാപ്ഷൻ കൂടെ കൊടുക്കാം. സൂപ്പർ ആയിരിക്കും. സണ്ണിരിയോണ്ട് വിളിച്ച് അവതരിപ്പിക്കും. നിന്റെ അഭിനയം കണ്ടപ്പോ തോന്നിയോ? ഇറങ്ങിപ്പോയ എടാ കമലഹാസൻ അല്ല. എടാ നിർത്തടാ. ഒരുത്തനെ കുറ്റം പറയുമ്പം മാത്രം നല്ല ഒത്തൊരുമയാണല്ലോ. നിർത്തിക്കേ. എന്തുവാ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എടാ ഈ അഭിനയിക്കാന്ന് പറയുന്നത് അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല. അതൊരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. എടാ എല്ലാവരുടെ ഉള്ളിലും ഓരോ അഭിനേതാവുണ്ട്, പക്ഷെ നമ്മളാരും അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. എടാ അതൊക്കെ തന്നെ ഞങ്ങള് കുറച്ചു നേരം മുമ്പ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടത്തെ പ്രശ്നം എന്താ നിനക്ക് മനസ്സിലായോ? ഒന്നാമത്തെ പ്രശ്നം, നിങ്ങളാരും കഥ മനസ്സിലാക്കിയില്ല. അല്ല എനിക്ക് മനസ്സിലായി. ആ നിനക്ക് മനസ്സിലായി, അത് പക്ഷെ മറ്റേ രീതിയിലായിരുന്നല്ലോ. എടാ കഥ മാത്രമൊന്നുമല്ല, അഭിനയമൊക്കെ കണക്കായിരുന്നു. ഇയാളൊക്കെ എന്തുവാ ഇവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എന്ത് ചെയ്ത്? എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
എടാ അഭിനയിക്കുക എന്ന് പറയുന്നത് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വളരെ ഈസിയാ. അപ്പം നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? മുമ്പ് ഏതെങ്കിലും ഞങ്ങൾ മാത്രം കുറ്റക്കാരനാണോ? എടാ നിങ്ങളുടെ മാത്രമല്ല, അഭിനയം പുറത്തു കൊണ്ടുവരാത്ത ഒരു ഡയറക്ടറുടെ കുറ്റം തന്നെയാണ്. പക്ഷേ നമ്മളൊരു തവണ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് നിരാശരാവേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീണ്ടും പരിശ്രമിക്കാമല്ലോ. നീ എഴുന്നേറ്റേ. ഇനിയും വേണോ? എഴുന്നേക്ക്, നമുക്ക് നോക്കാമല്ലോ. എടോ താൻ എഴുന്നേറ്റേ. കുറച്ചങ്ങോട്ട് നിന്ന്. ഇങ്ങോട്ട് മാറാ കിണ്ടിലാക്കേ. ഓഹോ സീസൺ 2. നീ ഈ പടത്തിൽ ഊമയാ കേട്ടാ. ഇനി മിണ്ടിപ്പോരുത്. എടാ ഇനി നീ നിന്റെ ഡയലോഗ് പറഞ്ഞേ. ഡയലോഗ് എന്നായിരുന്നു? എന്തുവാ ഞാനും മറന്നുപോയി. ഡയലോഗ് വിട്. നീ ആയിരുന്നു ആ സിറ്റുവേഷനെങ്കിൽ എന്തു പറയായിരുന്നു? ആ എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ ആ ഡയലോഗ്. എന്നാലും നീ അതെ, എന്നോട് ഇങ്ങനെ- നിർത്ത്. ഇത് മോഹൻലാൽ. പുള്ളി നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നില്ല. നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്നത് നീയാ. അപ്പോൾ നീ ആയിട്ട് അഭിനയിച്ചാൽ മതി, മോഹൻലാലായിട്ട് അഭിനയിക്കണ്ട. ഞാനായിട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ആ നീ എങ്ങനെ പറയുന്നത് അതുപോലെ പറ. ഓക്കെ ചെയ്യാം. എടാ നീ എന്നാ പരിപാടിയാണോ കാണിച്ചേ? അവളെനിക്ക് ജീവനാന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നു? എടാ നിർത്തിക്കേ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെ, നിങ്ങളുടെ ക്യാരക്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തേ. ഇപ്പോൾ നിന്റെ ക്യാരക്ടർ കറുപ്പ് ചെയ്യട്ടെ, കറുപ്പിൻ്റെ ക്യാരക്ടർ നീ ചെയ്. ഇങ്ങോട്ട് മാറിക്കേ. തിരിച്ചു വാ. ഇപ്പം നീയാണ് കറുപ്പ്. സുഹൃത്തിൻ്റെ റോള്. അതാണെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പം. താനാ കാമുവിൻ്റെ ഡയലോഗ് പറഞ്ഞേ. എന്നാലും നീ എൻ്റെ പെണ്ണിനെ എടുത്തല്ലോ. അതെ, ഇങ്ങനല്ല. ഇപ്പോൾ നിന്റെ കുപ്പി ഇവനെടുത്ത് അടിച്ചു. അപ്പം നീ ഇവനോട് എങ്ങനെ ചോദിക്കുന്നേ? എന്നാലും നീ എൻ്റെ കുപ്പി എടുത്തല്ലോ. അതാണ്. ഇനി ആ കുപ്പിക്ക് വരെ അവിടെ പെണ്ണെന്നങ്ങ് ചേർത്തേക്കുക. എന്നാലും നീ എൻ്റെ പെണ്ണിനെ എടുത്തല്ലോടാ. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞടാ, നിനക്ക് മനസ്സിലായോ? ഇല്ല. എന്നാലും നീ ചെയ്തത് ദ്രോഹമായിപ്പോയി. അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ദ്രോഹം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോടാ? അവൾ ചീത്തയാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു മാർഗ്ഗമില്ലായിരുന്നു. അവൾ ചെയ്ത തെറ്റാ, പക്ഷെ അത് നിന്നിലൂടെയാണെന്ന് അറിയുമ്പോഴാ എനിക്ക് സങ്കടം. അവളെ കെട്ടിട്ട് നിന്റെ ജീവിതം കളയുന്നതിനെക്കെട്ട് നല്ലത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുന്നു. എങ്ങനെയുണ്ട്? നീ എന്തോ പറഞ്ഞേ? ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. പറയടാ. കുഴപ്പമില്ല. എടാ എല്ലാവരുടെ ഉള്ളിലും ഓരോ നടനുണ്ട്. ഒരു 5 വയസ്സുകാരൻ അമ്മേ എനിക്ക് വയറ് വേനിക്കുന്നു സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് കരയുമ്പോൾ മുതൽ അവൻ അഭിനയിച്ചു തുടങ്ങിയാണ്. പിന്നീട് 10ാം വയസ്സിൽ ക്ലാസ്സിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ അയ്യേ എനിക്ക് വേദനിച്ചില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ചു. 13ാം വയസ്സിൽ ഹോംവർക്ക് ബുക്ക് വീട്ടിൽ മറന്നു വെച്ചെന്ന് പറഞ്ഞും നമ്മൾ അഭിനയിച്ചു. പിന്നെ ക്ലാസ്സിൽ വരാത്തതിന് മുത്തശ്ശൻ മരിച്ചു പോയെന്ന് പറഞ്ഞു വരെ നമ്മൾ അഭിനയിച്ചു. എന്തിന്? കൗമാരത്തിൽ ആദ്യമായി മനസ്സിനകത്ത് തോന്നിയ പ്രണയം അവളിൽ നിന്നും മറച്ചു വെച്ച് വരെ നമ്മൾ അഭിനയിച്ചു. 30ാം വയസ്സിൽ ഭാര്യയോടും 50ാം വയസ്സിൽ നാട്ടുകാരോടും ഒടുവിൽ ദൈവത്തിനോട് വരെ അഭിനയിച്ച ഓരോ മനുഷ്യജന്മവും തീരുന്നത്. In every ordinary man there is an extraordinary actor. All you have to do, don't try to act, just live in your character. അതിനെന്താ, അവസാനം നമ്മളെല്ലാവരും അവതരിച്ചു. ഇയാളൊക്കെ എന്ത് അഭിനയായിരുന്നു. തനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ലേ? അതൊക്കെ പിന്നെ കുപ്പിയൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ഫീലായിരിക്കും. എന്തായാലും അവൻ അഭിനയിപ്പിക്കാനാണ് ഡയറക്ടറാണ്. എന്നെപ്പോ ഒരു നടനോടൊപ്പോ ആർക്കു വേണേലും നല്ല സിനിമ എടുക്കാം. അയ്യോ ഒന്ന് പോടേ. നീ പറഞ്ഞത് ശരിയാ. ഇൻ എവറി ഓർഡിനറി മാൻ ദർ ഇസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ആക്ടർ. പക്ഷേ അവരുടെ അഭിനയം പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളൊരു ഡയറക്ടർ ഇവിടെ ഇല്ല. അതാണ് പ്രശ്നം. നീ എൻ്റെ സ്ക്രിപ്റ്റ് എടുത്തല്ലേ? സ്ക്രിപ്റ്റ് എടുക്കുക മാത്രമല്ല അവന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്തു. അല്ലേലും കഴിവുള്ള ഡയറക്ടർമാരൊക്കെ അങ്ങനെ. എൻ്റെ സിനിമയൊക്കെ എനിക്കറിയാം, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് നിനക്ക് ആ കഴിവില്ലല്ലോ. വേണമെങ്കിൽ കഥാ തിരക്കഥാന്ന് നിന്റെ പേരിടാം. എടാ ഇതെന്റെ ജീവിത. സ്റ്റേ ഔട്ട് ഓഫ് മൈ ലൈഫ്. വീട് തോറ്റതിന്റെ ദേഷ്യം എന്നോടല്ല കാണിക്കണ്ടേ. നീ എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നേ. തോറ്റവനൊക്കെ ജീവിച്ചിട്ട് എന്തിനാടാ? എടാ
എന്താടാ തോറ്റോ? ഇല്ലടാ. എന്തിനാണോ? എന്നടാ ഇതൊക്കെ എന്തുവാ? ചോയ്ക്ക്. എന്തുവാടാ? എടാ മുഖത്തെന്തോടാ ചോര? അഭിനയൊന്നും അത്ര ഒരു പണിയുടെ കാര്യമൊന്നുമല്ല. നിനക്ക് മനസ്സിലായത് വേറെ രീതിക്കാണല്ലോ. പക്ഷെ ഒരു തവണ തോന്നുന്നത് എന്ത് സങ്കടപ്പെടുന്നു. നമുക്ക് ഒരു തവണ ശ്രമിക്കാടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിഷയം ചെയ്ത